ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 15 + 33 ഹരിക്കണം 11 ഇൻറ്റു 12 + 3 - 10 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്കറിയാലോ, ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ബോർഡ് മാസ് റൂള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ജസ്റ്റ് എഴുതാം. 15 + 33 ഹരിക്കണം 11 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 12 ഹരിക്കണം 3 - 10. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ആദ്യം ചെയ്യണം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 15 + 33 ഹരിക്കണം 11 ഇൻറ്റു 12 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 4 നമുക്ക് കിട്ടുന്നത്, -10. നെക്സ്റ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷനാണ്, അതായത് ഹരണമാണ് ചെയ്യേണ്ടത്. ഇവിടെ ഹരണം കിടക്കുന്നുണ്ട്, 33 ഹരിക്കണം 11. അപ്പോൾ 15 + 33 ഹരിക്കണം 11 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 ഇൻറ്റു 4 - 10 = എന്തായിട്ട് മാറും? നെക്സ്റ്റ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 15 + 3 × 4 12 - 10 എന്തായിട്ട് മാറും? 15 + 12 - 10 എന്ന് പറയുമ്പോൾ 27 - 10 17 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6² ഹരിക്കണം 6² എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം 36² / 6². ഈ 36ന് നമുക്ക് എങ്ങനെ എഴുതാം? 6ൻ്റെ സ്ക്വയറാണ് 36. ഓക്കെ, 6ൻ്റെ സ്ക്വയറായിട്ട് എഴുതി, മുകളിലൊരു സ്ക്വയർ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതേപോലെ എടുത്തെഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ 6² അങ്ങനെ എടുത്തെഴുതി. ഇനി ഇതിൽ ക്യാൻസൽ ചെയ്ത് പോലും ഇതൊരു 6², ഇതൊരു 6² ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എത്രയുണ്ട്? 6² ഉണ്ട്. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണെന്ന് അറിയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, √0.444 etc. എന്ന് തന്നിട്ടുണ്ട്. അതിന് ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യയെ എക്സ് എന്ന് വിളിക്കുക. എന്താണ്? തന്നിരിക്കുന്ന ഈ ഒരു സംഖ്യയെ നിങ്ങൾ എക്സ് എന്ന് വിളിക്കുക. x = 0.444 etc. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ ഒരു സംഖ്യ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റിപ്പീറ്റിംഗ് ഡെസിമലാണ് അല്ലേ? റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പോയിൻ്റ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10x ആവും അല്ലേ? ഈ ഒരു സംഖ്യ എന്തായിട്ട് മാറും? 4.444 etc. എന്ന് വരും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 - 1 ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 10x - x = 4.444 നിന്നും 0.444 etc. മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 4 എന്ന് കിട്ടും. ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും 0 ആയിട്ട് പോകും. ഇതെന്തായിട്ട് മാറും? 9x = 4 എന്ന് കിട്ടും. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 4/9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 9x = ആ ഒരു സംഖ്യ കിട്ടും. അതിൽ നിന്നും എക്സിൻ്റെ വില നമുക്ക് നേരിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പിലോട്ട് പെട്ടെന്ന് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കിട്ടി എക്സിൻ്റെ വില 4/9 കിട്ടി. നേരത്തെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ എടുത്തത്? 0.444 എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വില 4/9 കിട്ടി. അതെന്ന് പറയുന്നത് എത്രയാണ്? എക്സിൻ്റെ വില 0.444 etc. എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? √0.444 എന്ന് പറയുന്ന സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കാണേണ്ടത്
0.444 എറ്റ്സെട്ര ആണ് നമുക്ക് കാണേണ്ടത്. ഇസ് ഈക്വൽ ടു എന്താണ്, ഇതിന് റൂട്ട് എടുക്കുക, അതായത് ഇവിടെ റൂട്ട് എടുക്കുന്നു, അപ്പോൾ അതേ സ്ഥാനത്ത് ഇവിടെ റൂട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറും? ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് കിട്ടിയ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 4/9 ഓക്കെ, ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? √4 എന്ന് പറയുന്നത് 2 ആണ്, √9 എന്ന് പറയുന്നത് 3 ആണ്. 2/3 എന്ന് കിട്ടും. 2/3 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 0.666 എറ്റ്സെട്ര എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.666 എറ്റ്സെട്ര എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1.5 ഇൻറ്റു 1.5 എന്ന് എഴുതാം, ഇൻറ്റു 0.2 ഇൻറ്റു 0.2. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്ഥാനമുണ്ട് ടോട്ടൽ? 1, 2, 3, 4 സ്ഥാനമുണ്ട് അല്ലേ? അപ്പോൾ 4 സ്ഥാനമുള്ളത് കൊണ്ട് നമുക്ക് മുകളിലും താഴെയും 4 0 വരുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 0 വരണം അല്ലേ? 10,000. ഓക്കെ, താഴെയും അതേ സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? മുകളിലത്തെ പോയിന്റുകളെല്ലാം മാറിയിട്ട് 15 ഇൻറ്റു 15 ഇൻറ്റു 2 ഇൻറ്റു 2 ഓൾ ഡിവൈഡഡ് ബൈ താഴത്തെ 10,000 അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 15 എന്ന് പറയുന്നത് 225 ആണെന്നറിയാം, ഇൻറ്റു 4. 225 ഇൻറ്റു 4 എന്ന് പറയുന്നത് 900 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 10,000. ഇനി ഇതിൽ 0 ക്യാൻസൽ ചെയ്യാം. ഇസ് ഈക്വൽ ടു 9/100 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 9/100 എന്ന് പറയുന്നത് 0.09 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. 52 km/മണിക്കൂർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 52 km/h. 6 മണിക്കൂർ കൊണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 6 hours. ഓക്കെ, ദൂരം കാണണം, ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഥവാ ദൂരം എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 52 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 6 12 31 312 കിലോമീറ്റർ എന്ന് ഡിസ്റ്റൻസ് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0 1 1 2 3 5 8 അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഓരോ ടേംസും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ ആദ്യത്തെ 2 സംഖ്യകൾ കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയാണ് അടുത്ത സംഖ്യയായിട്ട് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ 0 + 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ? 0 + 1 ആണ് തേർഡ് ടൈമായിട്ടുള്ള 1 വന്നിരിക്കുന്നത്. അടുത്ത ടേം 2 ആണ് അത് കിട്ടിയിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപിലുള്ള 2 സംഖ്യകൾ ആഡ് ചെയ്തിരിക്കുന്നു. 1 + 1 = 2. നെക്സ്റ്റ് ടൈം 3 ആണ്. അത് അതേപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് മുൻപിലുള്ള 2 സംഖ്യകൾ ആഡ് ചെയ്തു. 1 + 2 = 3. സിമിലർലി 5 എന്ന് കിട്ടുന്നത് 3ഉം 2ഉം കൂടിയിട്ട് ആഡ് ചെയ്തു അല്ലേ? = 5. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 8 ആണ്. അത് കിട്ടിയിരിക്കുന്നത് 3 + 5 ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? തൊട്ട് മുൻപിലുള്ള 2 സംഖ്യകൾ ആഡ് ചെയ്യുന്നു. അതായത് 5ഉം 8ഉം ആഡ് ചെയ്യുന്നു. 5ഉം 8ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 13 ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ മാത്സ് പഠിച്ച കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ BSc മാത്സ്, MSc മാത്സ്, BTech ഒക്കെ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീക്വൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഫിബോണാച്ചി സീക്വൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1200 തന്നിട്ടുണ്ട്. വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണം. അപ്പോൾ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ലാഭ ശതമാനം 12% തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് വിൽക്കേണ്ട വില സെല്ലിംഗ് പ്രൈസാണ് കാണേണ്ടത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ വാങ്ങിയ വില 1200 അയാൾക്ക് 12% ലാഭം കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? ഈ 1200ൻ്റെ 112% കണ്ടാൽ മതി. ഓക്കെ, 1200ൻ്റെ 112% കണ്ടു കഴിഞ്ഞാൽ 12% ലാഭം അയാൾക്ക് കിട്ടും. ഓക്കെ, 1200ൻ്റെ 112% കണ്ടാൽ മതി. അപ്പോൾ വിൽക്കേണ്ട വില നമുക്ക് കിട്ടും. അപ്പോൾ ഈ 0 ക്യാൻസൽ ചെയ്യാം. 12 × 112 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1344. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്